ടൊവിനോ തോമസിൻ്റെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിൽ പൃഥ്വിരാജ് ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പള്ളിച്ചട്ടമ്പി സിനിമയുടെ ഷൂട്ടിങ്ങും 1-2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവും. നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. സിനിമയ്ക്ക് മൊത്തം 90 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഉണ്ടായിരുന്നത്. അടുത്ത മാസം സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവും. അതുപോലെ 2026 ഈദ് റിലീസാണ് സിനിമ നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്ന പൃഥ്വിരാജിൻ്റെ സിനിമകൾ നോക്കാം. ഐ നോബഡി സിനിമയുടെ മുഴുവൻ ചിത്രീകരണം ജനുവരിയിൽ അവസാനിക്കും. അതിനുശേഷം ഖലീഫ, സന്തോഷ് ട്രോഫി, കാളിയൻ, ഓപ്പറേഷൻ കംബോഡിയ എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് തുടങ്ങും. പിന്നീട് വാരണാസി സിനിമയുടെ പൃഥ്വിരാജിൻ്റെ പോർഷൻസ് പൃഥ്വിരാജ് മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവമായ സിനിമയുടെ 4 ദിവസത്തെ കേരള അഡ്വാൻസ് സെയിൽസ് എത്രയൊക്കെയാണ് വന്നതെന്ന് നോക്കാം. ഓപ്പണിംഗ് ദിവസം 1,24,00,000, രണ്ടാം ദിവസം 1,35,00,000, മൂന്നാം ദിവസം 2,01,00,000, നാലാം ദിവസം 2,63,00,000. അതായത് ഞായറാഴ്ച ദിവസം സിനിമയ്ക്ക് വലിയൊരു ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. സിനിമയുടെ 3 ദിവസത്തെ UAE GCC ബോക്സ് ഓഫീസ് കളക്ഷൻ 12,65,00,000 ആയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും സർവമായ സിനിമ 32 കോടിയോളമാണ് കളക്ഷൻ നേടിയത്. അതുപോലെ ഓപ്പണിംഗ് വീക്കെൻഡിൽ സിനിമ 45 കോടി ഉറപ്പിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന അതിരടി എന്ന സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബേസിൽ ജോസഫിൻ്റെ ഫസ്റ്റ് ലുക്കാണ് സിനിമയുടെ ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സാംകുട്ടി എന്ന കഥാപാത്രമായിട്ടാണ് ബേസിൽ ജോസഫ് ഈ ഒരു സിനിമയിലെത്തുന്നത്. അതുപോലെ ഈ ഒരു സിനിമ ഓണം റിലീസ് കൺഫേം ആക്കിയിട്ടുണ്ട്. വിജയുടെ ജനനായകൻ സിനിമയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗ് അടുത്ത മാസം ജനുവരി 1-ാം തീയതി പുലർച്ചെ 12:01 ആരംഭിക്കും. ദിലീപിൻ്റെ പുതിയ ചിത്രമായ D-152 എന്ന സിനിമയുടെ മുഴുവൻ ചിത്രീകരണം അടുത്ത മാസം പകുതിയോടുകൂടി പൂർത്തിയാവും. ഷാജി കൈലാസിൻ്റെ മകനായ ജഗൻ ഷാജി കൈലാസാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. മമ്മൂക്കയും ഖാലിദ് റഹ്മാനും ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സും ഒന്നിക്കുന്ന സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നെസ്ലിൻ, ജോർജ് ജോർജ്, ലുക്മാൻ അവറാൻ എന്നിവരും ഈ ഒരു സിനിമയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സുഹാസ് ഷറഫ് നിയോഗ് ചേർന്നാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. സിനിമയുടെ DOP ചെയ്യാനായി വിജയ് കാർത്തിക് കണ്ണനുമായിട്ട് ടോക്സ് നടക്കുന്നുണ്ട്. അതുപോലെ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നതിനായിട്ട് തമനുമായിട്ടും ടോക്സ് നടക്കുന്നുണ്ട്. സിനിമയുടെ എഡിറ്റർ നൗഫൽ അബ്ദുള്ളയായിരിക്കും. ഒരു ഗാങ്സ്റ്റർ ഫൺ ആക്ഷൻ സിനിമയായിരിക്കും ഈ ഒരു ചിത്രമെന്നാണ് റൂമേഴ്സ് വരുന്നത്.